അൾട്ടിമേറ്റ് സി എസ് ടുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ചാപ്റ്റർ 12 ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്, അതുപോലെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ചാപ്റ്റർ 9 ഇൻ്റർനെറ്റ്. അതിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് എന്താണ്? ഇൻ്റർനെറ്റ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് ആർപ്പാനെറ്റ് ആയിരുന്നു. ആർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം ആണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി നെറ്റ്വർക്ക്. ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്നറിയപ്പെടുന്നത് വിൻറ്റൺ ഗ്രേ സർഫ് ആണ് ഫാദർ ഓഫ് ഇന്റർനെറ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ WWW വേൾഡ് വൈഡ് വെബ്, അത് പ്രപ്പോസ് ചെയ്ത ആളുടെ പേരാണ് ടിം ബേർണേഴ്സ്-ലീ എന്ന് പറയുന്നത്. ഈ WWW പ്രപ്പോസ് ചെയ്ത ആളുടെ പേര് ചോദിച്ച് കണ്ടിട്ടുണ്ട് എക്സാമിന്, അപ്പോൾ അത് പഠിച്ചു വെക്കുക. ടിം ബേർണേഴ്സ്-ലീ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിൽ കിടക്കുന്ന മുന്നേ എന്താണ് ഇന്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ് എന്ന് നോക്കാം. ഇന്റർനെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഡാറ്റ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഡാറ്റയും ഇൻഫോർമേഷനും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇത് പബ്ലിക്കലി നമുക്ക് അവൈലബിൾ ആണ്. ഇൻട്രാനെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻട്രാനെറ്റിന് പുറത്തുനിന്ന് ഒരു ആക്സസും ഉണ്ടായിരിക്കില്ല. ഇറ്റ്സ് ഇന്റേണൽ നെറ്റ്വർക്ക് ദാറ്റ് യൂസ് ഇന്റർനെറ്റ് ആൻഡ് വെബ് ടെക്നോളജീസ്. ഇന്റർനെറ്റും വെബ് ടെക്നോളജിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഇന്റേണൽ നെറ്റ്വർക്ക് ആണ്. പുറത്തുനിന്ന് ഒരാൾക്കും അതിന് ആക്സസ് ഉണ്ടായിരിക്കില്ല. അടുത്താണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. എക്സ്ട്രാനെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇൻട്രാനെറ്റ് പോലെ തന്നെയാണ്, പക്ഷെ അതിന് കുറച്ച് ആക്സസ് പുറത്തുനിന്ന് ഉണ്ടായിരിക്കും. അതാണ് എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടേംസ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ടോപ്പിക്കാണ് സർവീസസ് ഓൺ ഇന്റർനെറ്റ്. എന്തൊക്കെ സർവീസുകളാണ് നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടുക എന്നുള്ളതാണ്. ആദ്യത്തേതാണ് WWW വേൾഡ് വൈഡ് വെബ്. അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. WWW is a collection of web servers which contain several web pages. കുറേയധികം വെബ് പേജസ് ഉള്ള വെബ് സെർവേഴ്സിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, WWW എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുന്നത് എന്താണ്, www. എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെബ്സൈറ്റുകളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെബ് സെർവേഴ്സിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ പേജിനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഓരോ വെബ് പേജിനും നമുക്ക് URL വെച്ചിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. URL എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതിന്റെ നെയിമിനെയാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വയ്ക്കുക. URL സ്റ്റാൻഡ്സ് ഫോർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നമ്മൾ ഈ വെബ്സൈറ്റുകൾ എടുക്കുന്നത്, വെബ് പേജുകൾ ആക്സസ് ചെയ്യുന്നത് ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് ഇത് ആക്സസ് ചെയ്യുന്നത്. ആ ബ്രൗസർ എടുത്തിട്ട് ബ്രൗസറിലാണ് നമ്മൾ ഈ വെബ്സൈറ്റുകളിലെ URL ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എന്താണ് വെബ് ബ്രൗസർ എന്നുള്ളത് നോക്കാം. വെബ് ബ്രൗസർ ഇസ് എ സോഫ്റ്റ്വെയർ ഫോർ റിട്രീവിംഗ് ഇൻഫോർമേഷൻ ഓൺ ദ WWW. WWWയിലുള്ള ഇൻഫോർമേഷൻസ് റിട്രീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി, ഫയർഫോക്സ്, ക്രോം, ഓപ്പറ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇത് നമുക്ക് ചോദിക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ കുറേയധികം ഓപ്ഷൻസ് തന്നിട്ട് അതിലേതാണ് വെബ് ബ്രൗസർ എന്നോ അല്ലെങ്കിൽ കുറെ വെബ് ബ്രൗസറുടെ പേരും വേറെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറിന്റെ പേരും തന്നിട്ട് ഓഡ് വൺ ഔട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ ഈ പേരുകൾ പഠിച്ചു വെക്കുക. വെബ് ബ്രൗസേഴ്സിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. വെബ് ബ്രൗസർ എന്താണ്? സോഫ്റ്റ്വെയർ ഫോർ റിട്രീവിംഗ് ഇൻഫോർമേഷൻ ഓൺ ദി വേൾഡ് വൈഡ് വെബ്. അടുത്തൊരു സർവീസ് ആണ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം യൂസ് ടു ഫൈൻഡ് ഇൻഫോർമേഷൻ ഓൺ ദ വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണ് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. ഒരു കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ WWWയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും വെബ്സൈറ്റുകൾ ലിസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം വെബ് പേജസ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. അതിനെയാണ് സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അതിന് വലിയ എക്സാമ്പിൾ ആണ് ഗൂഗിൾ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് യാഹു, ബിങ്, ആസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എക്സാമ്പിളും പഠിച്ചു വെക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതാണ് സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാറുണ്ട്. ഓഡ് വൺ ഔട്ട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടും തരാറുണ്ട്. അപ്പോൾ വെബ് ബ്രൗസറും സെർച്ച് എഞ്ചിനും തെറ്റിപ്പോവരുത്. വെബ് ബ്രൗസറിൽ വരുന്നത് ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, സഫാരി, ഓപ്പറ, ഗൂഗിൾ ക്രോം ഒക്കെയാണ്.
സെർച്ച് എഞ്ചിനിൽ വരുന്നത് ഗൂഗിൾ, യാഹു, ബിങ്, ആസ്ക് ഒക്കെയാണ് സെർച്ച് എഞ്ചിനിൽ വരുന്നത്. അതിന് അടുത്തൊരു സർവീസാണ് ഇമെയിൽ, ഇലക്ട്രോണിക് മെയിൽ. എന്താണ് ഇമെയിൽ എന്ന് പറയുന്നത്? നമുക്ക് ഡിജിറ്റൽ മെസ്സേജസ് കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് വഴി അയക്കാവുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസർ നെയിം @ഡൊമൈൻ നെയിം ആണ്. നമ്മൾ കൊടുക്കുന്ന ഒരു യൂസർ നെയിം ഏത് സർവീസ് ആണോ അല്ലെങ്കിൽ ആരാണോ നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ പേര്. എക്സാമ്പിൾ ആണ് SERTKerala@gmail.com. SERT കേരള എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു യൂസർ നെയിം @gmail.com. നമ്മുടെ ഡൊമൈൻ ആണ് ജിമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇമെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് gmail.com, hotmail.com അങ്ങനെ ഉള്ളതൊക്കെ. ഇനി ഇമെയിലിനെ റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ആണ് SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് SMTP എന്ന് പറയുന്നത്. MIME, നോൺ ടെക്സ്റ്റ് മെസ്സേജസ്, അതായത് ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അതുപോലെയുള്ള മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് MIME, മൾട്ടിപർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ദെൻ POP3, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ, ആൻഡ് IMAP, ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ. നമുക്ക് ഇമെയിൽ മെയിൽ സെർവറിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് അല്ലെങ്കിൽ ക്ലയന്റ് സൈറ്റിലോട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് POP3, അതുപോലെ തന്നെ IMAP എന്ന് പറയുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഫുൾ ഫോം ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഇനി എന്തൊക്കെ സെക്ഷൻസ് ആണ് ഇമെയിൽ വരുന്നത് എന്നുള്ളതാണ്. ഒന്ന് ടു, ആർക്കാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ അഡ്രസ് ആണ് ടു എന്ന് പറയുന്നതിൽ വരുന്നത്. ദെൻ CC, കാർബൺ കോപ്പി. നമുക്ക് രണ്ടാമത് ആർക്കെങ്കിലും ആ മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൽ ID ആണ് നമ്മൾ CC എന്ന് പറഞ്ഞിട്ട് ഉള്ള പൊസിഷനിൽ കൊടുക്കേണ്ടത്. ദെൻ BCC, ബ്ലൈൻഡ് കാർബൺ കോപ്പി, ഇമെയിൽ അഡ്രസ് ടു വിച്ച് ബ്ലൈൻഡ് കാർബൺ കോപ്പീസ് ആർ ടു ബി സെൻഡ്. നമുക്ക് ഇവർ രണ്ടുപേര് കൂടാതെ നമുക്ക് വേറെ ആളുകൾക്ക്, അതായത് ഇവർക്ക് അയച്ചിട്ടുണ്ടെന്ന് അറിയാതെ നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് BCC എന്ന് പറയുന്നത്, ബ്ലൈൻഡ് കാർബൺ കോപ്പി. ദെൻ സബ്ജക്റ്റ്, മെസ്സേജിന്റെ സബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ കണ്ടന്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന പോർഷനെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് അതിന്റെ സെക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇമെയിൽ യൂസ് ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് സ്പീഡാണ്, നമ്മൾ മെയിൽ അയച്ച ശേഷം അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ അവിടെ ഡെലിവർ ആവുന്നതാണ്. ദെൻ ഈസി ടു യൂസ് ആണ്, നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ വളരെയധികം എളുപ്പമാണ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഇപ്പോൾ ഫാക്സ് അയക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിനേക്കാളും കോസ്റ്റ് കുറവാണ് ഇമെയിൽ സെൻഡ് ചെയ്യുന്ന സമയത്ത്. ഈസി ടു റെഫറൻസ്, നമുക്ക് വന്നിട്ടുള്ള ഒരു മെയിൽ വെച്ചിട്ട് അതിന് തിരിച്ച് നമുക്ക് അതിനെ റെഫർ ചെയ്തിട്ട് റിപ്ലൈ സെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമാണ് ഇമെയിൽ യൂസ് ചെയ്യുന്ന സമയത്ത്. ദെൻ എൻവറോൺമെന്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പേപ്പർ യൂസ് കുറവാണ്, നമ്മൾ ഇലക്ട്രോണിക് ഫോമിലാണ് സെൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് എൻവറോൺമെന്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റും. ദെൻ അവൈലബിൾ എനിവേർ എനി ടൈം, നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മുടെ മെയിൽ ബോക്സ് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അവൈലബിൾ എനിവേർ എനി ടൈം. ഓക്കെ, ഇത്രയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ച് വയ്ക്കുക. ഈ ഡ്രോബാക്ക് ഓഫ് ഇമെയിലിൽ വൈറസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇമെയിൽ അറ്റാച്ച്മെന്റ്സ് ആയിട്ട് വൈറസുകൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അൺനോൺ ആളുകളിൽ നിന്ന് വരുന്ന മെയിൽസ് ഓപ്പൺ ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഇൻബോക്സ് മേ ബി ഫിൽ വിത്ത് ജങ്ക് മെയിൽസ്, നമുക്ക് കുറേയധികം ജങ്ക് മെയിൽസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെ കുറേയധികം സമയം നമുക്ക് പോകുന്നതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അടുത്തതാണ് സോഷ്യൽ മീഡിയ. Social media refers to use of mobile and web-based technologies through which individuals and communities can create, share, discuss and modify content. നമുക്ക് മൊബൈലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ടെക്നോളജീസോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ഡിവൈസോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡിവിജ്വൽസിനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഗ്രൂപ്പിനൊക്കെ ആയിട്ടോ നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ടന്റ്സ് മോഡിഫൈ ചെയ്യാനോ ഒക്കെയുള്ള ഒരു മെത്തേഡിനെയാണ് സോഷ്യൽ മീഡിയ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്തൊക്കെ ടൈപ്പ് സോഷ്യൽ മീഡിയ ആണുള്ളതെന്ന് നോക്കാം. ഇന്റർനെറ്റ് ഫോറം ഒരു ഓൺലൈൻ ഡിസ്കഷൻ വെബ്സൈറ്റ് ആണ്. നമുക്ക് ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജുകൾ പോസ്റ്റ് ചെയ്യാനും അങ്ങനെ ഡിസ്കസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഉബുണ്ടു ഫോറം എന്ന് പറയുന്നത്. സോഷ്യൽ ബ്ലോഗ്സ് is a discussion or informational website consisting of entries or posts displayed in the reverse chronological order. The most recent post appears first. ഇതൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഇൻഫോർമേഷണൽ വെബ്സൈറ്റ് ആണ്. നമുക്ക് പോസ്റ്റ് കുറേയധികം
പോസ്റ്റുകൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അത് അതായത് റീസെന്റ് പോസ്റ്റാണ് ആദ്യം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഓൾഡർ പോസ്റ്റുകൾ ഏറ്റവും താഴെയായിരിക്കും ഉണ്ടായിരിക്കുക. മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ളതാണ് ഏറ്റവും മേലെ ഉണ്ടായിരിക്കുക. അതിനാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. blogger.com, wordpress.com ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ മൈക്രോ ബ്ലോഗ്സ്, നമ്മുടെ ട്വിറ്ററൊക്കെയാണ് മൈക്രോ ബ്ലോഗ്സ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. നമുക്ക് ഷോർട്ട് സെന്റൻസസ് അല്ലെങ്കിൽ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോ ലിങ്ക്സ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് നമുക്ക് മൈക്രോ ബ്ലോഗ്സ് എന്ന് പറയുന്നത്. ദെൻ വിക്കീസ് allow people to add content or edit existing information in a web page. നമുക്കൊരു വെബ് പേജിനകത്ത് ഉള്ള ഇൻഫോർമേഷൻസ് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനൊക്കെയുള്ള പ്രൊവിഷനാണ് വിക്കീസ് കൊടുക്കുന്നത്. അത് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് വിക്കി എന്ന് പറയുന്നത്. അത് വിക്കിപീഡിയ എന്ന് പറയുന്നത് ഒരു വിക്കിയാണ്. അതിൽ നമുക്ക് ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാനും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. സോഷ്യൽ നെറ്റ്വർക്ക്സ്, നമുക്ക് ഒരു പേഴ്സണൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാനും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ്, പിക്ചർ, വീഡിയോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൽ ബാക്കി എല്ലാവർക്കും കമന്റ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് വേറൊരാളുടെ പോസ്റ്റിൽ പോയി കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിനകത്ത് ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിളാണ് facebook.com, linkedin.com എന്നൊക്കെ പറയുന്നത് സോഷ്യൽ നെറ്റ്വർക്ക്സിന് എക്സാമ്പിളാണ്. ദെൻ കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്, നമുക്ക് നമ്മുടെ കണ്ടന്റ്സ്, ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഷെയർ ചെയ്യാനുള്ള വെബ്സൈറ്റ്സ് ആണ് കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതായത് youtube.com, flickr.com എന്നൊക്കെ പറയുന്നത് കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതിനാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ വരുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കാറുള്ളതാണ്. ബ്രിങ് പീപ്പിൾ ടുഗദർ, നമുക്ക് ആൾക്കാരെ ഒരുമിച്ച് ചേർക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ്. ഹെൽപ്പ് ടു പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവന്റ്സ്, നമുക്ക് ഇവന്റ്സ് പ്ലാൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഈ സോഷ്യൽ മീഡിയാസ് വഴി നമുക്ക് പറ്റുന്നതാണ്. പ്രൊമോട്ടിംഗ് ബിസിനസ് നമുക്ക് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതുവഴി അവർക്ക് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. എൻഹാൻസ് സോഷ്യൽ സ്കിൽസ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റുന്നതാണ്. ഡിസ്കഷൻ ഫോറത്തിലൊക്കെ നമുക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ലിമിറ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ അഡിക്ഷൻ ആണ് ആദ്യത്തെ എന്ന് പറയുന്നത്. നമുക്ക് ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ നമ്മൾ കുറേ സമയം ചെലവഴിക്കാനുള്ള ചാൻസും ഈ ഇതിന് ഒരു ലിമിറ്റേഷൻ, ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. ദെൻ സ്പ്രെഡ് റൂമേഴ്സ്, ആവശ്യമില്ലാതെയുള്ള കുറേയധികം കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഇതിൽ കൂടുതലാണ്. ദെൻ പ്രൈവസി വയലേഷൻ, നമ്മുടെ പ്രൈവസി വയലേറ്റ് ചെയ്യാനുള്ള ചാൻസും അതിൽ കൂടുതലാണ്. ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് സൈബർ സെക്യൂരിറ്റി. നമുക്ക് നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഡിവൈസും നമ്മുടെ ഇൻഫർമേഷനും ഒക്കെ എന്തായിരിക്കണം, സെക്യൂർ ആയിരിക്കണം. അത് സൈബർ സെക്യൂരിറ്റി റെഫേഴ്സ് ടു പ്രൊട്ടക്ടിങ് കമ്പ്യൂട്ടേഴ്സ്, പ്രോഗ്രാംസ് ആൻഡ് ഡാറ്റ ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ഓർ ഡിസ്ട്രക്ഷൻ. നമുക്ക് നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മുടെ ഡിവൈസോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാംസോ ഡാറ്റയോ ഒക്കെ ആരും ആക്സസ് ചെയ്യാതിരിക്കാനും അതുപോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മുടെ ഡിവൈസിലൊക്കെ ഉണ്ടാക്കാതിരിക്കാനും വേണ്ടി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ സൈബർ സെക്യൂരിറ്റിയിലെ ഇഷ്യൂസ് ആണ് കമ്പ്യൂട്ടർ വൈറസ്. കമ്പ്യൂട്ടർ വൈറസ് എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടർ വൈറസ് is a program that attaches itself to another program or file, enabling it to spread from one computer to another without our knowledge and interferes with the normal operation of a computer. നമ്മുടെ വേറെ ഒരു പ്രോഗ്രാമിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്നതും അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നും വേറൊരു കമ്പ്യൂട്ടറിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നതുമായിട്ടുള്ള, അത് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ നോർമൽ ഓപ്പറേഷനെ പ്രശ്നത്തിലാക്കുന്ന ഒരു പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈറസ് ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ കറപ്റ്റഡ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റനെ ഡിലീറ്റ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് പെരുകിയിട്ട് എന്ത് ചെയ്യാം, വേറെ കമ്പ്യൂട്ടറിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ. നമ്മളിപ്പോൾ ഒരു USB വെച്ചിട്ട് വേറൊരു കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ എടുക്കുന്ന സമയത്ത് അതിലേക്ക് വൈറസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഹാർഡ് ഡിസ്കിൽ കണ്ടന്റ് ഇറേസ് ചെയ്യാനുള്ള ചാൻസും അതിനകത്ത് കൂടുതലാണ്. അടുത്തൊരു ടേമാണ് ട്രോജൻ ഹോഴ്സ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആയിട്ടായിരിക്കും അത് അപ്പിയർ ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഡാമേജസ് ഉണ്ടാക്കുന്നതാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ അപ്പിയർ ടു ബി യൂസ്ഫുൾ സോഫ്റ്റ്വെയർ
but will actually do damage once installed or run on the computer. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആയിട്ട് തോന്നുന്ന കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും അത് റൺ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളിതിൽ ട്രോജൻ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം ഡാമേജസ് കമ്പ്യൂട്ടറിനകത്തത് വരുത്തുന്നതാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക, പക്ഷെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുറേയധികം ഡാമേജസ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്നതാണ്. ദെൻ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ എഫോർട്ടാണ് ടു മാനിപ്പുലേറ്റ് ദ നോർമൽ ബിഹേവിയർ ഓഫ് നെറ്റ്വർക്ക് കണക്ഷൻസ് ആൻഡ് കണക്റ്റഡ് സിസ്റ്റം. നമ്മൾ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റംസും അതുപോലെ നെറ്റ്വർക്കിലെ കണക്ഷൻസും ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ എഫോർട്ടിനെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പിൽ നമുക്ക് ചെയ്യുന്നതാണ്. ചില കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ കമ്പ്യൂട്ടർ ക്രിമിനൽസും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് 3 ടൈപ്പിലാണ് ഹാക്കിങ്ങിനെ പറയുന്നത്. വൈറ്റ് ഹാറ്റ്, ബ്ലാക്ക് ഹാറ്റ്, അതുപോലെ തന്നെ ഗ്രേ ഹാറ്റ്. വൈറ്റ് ഹാറ്റ് എന്ന് പറയുന്നത് പെർഫോംഡ് ബൈ കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ആണ്. അവർ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും വൾണറബിലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ചെയ്യുന്നതിനെയാണ് എത്തിക്കൽ ഹാക്കിംഗ്. അങ്ങനെയുള്ള ആളുകളെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ബ്ലാക്ക് ഹാറ്റ്. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ക്രിമിനൽസ് ആയിരിക്കും അത് ചെയ്യുന്നുണ്ടായിരിക്കുക, ഹാക്കിംഗ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ആരുടെയെങ്കിലും ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ തന്നെ പ്രശ്നത്തിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത്. ഈ 2 കാറ്റഗറിയുടെ ഇടയിൽ വരുന്നതാണ് ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത്. അവര് പ്രത്യേകിച്ച് ഹാംഫുൾ ആയിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യില്ല. അവര് നമ്മുടെ നെറ്റ്വർക്കിന്റെ വൾണറബിലിറ്റീസോ അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന നല്ലൊരു ഉദ്ദേശത്തോട് ചെയ്യുന്നവർ തന്നെയാണ് ഗ്രേ ഹാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 3 ടൈപ്പ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതൊരു ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. അതിലെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇൻഫോർമേഷൻസ്, അതായത് യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാണ്. അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? നമ്മുടെ ഒറിജിനൽ വെബ്സൈറ്റ് പോലെയുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് തന്നിട്ട് അതിൽ നമ്മുടെ ഡാറ്റാസ് എൻട്രി ചെയ്യുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇസ് എൻ അറ്റംപ്റ്റ് ടു അക്വയർ ഇൻഫോർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ്സ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ബൈ പോസിംഗ് ആസ് ദ ഒറിജിനൽ വെബ്സൈറ്റ്. അപ്പൊ ബാങ്കിന്റെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ വെബ്സൈറ്റ് പോലെ ആക്ട് ചെയ്തിട്ടാണ് അവര് ഡാറ്റാസ് കളക്ട് ചെയ്തിരിക്കുന്നത്. ആ വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒറിജിനൽ വെബ്സൈറ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള URLs തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ നമ്മുടെ ഹോം പേജ്, സ്റ്റാർട്ടിംഗ് പേജ് ഒക്കെ സെയിം സ്റ്റാർട്ടിംഗ് പേജ് തന്നെയായിരിക്കും അവര് കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ ഇതുപോലെ നമ്മൾ മിസ്ലീഡിംഗ് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിനെയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയാണ് നമ്മുടെ 13 ടോപ്പിക്സ് ആണ് നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടേം റെഫേഴ്സ് ടു എത്തിക്കൽ ഹാക്കർ? എത്തിക്കൽ ഹാക്കറിനെ ഏത് ടേം വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്? വൈറ്റ് ഹാറ്റ് ആണ് അതിന്റെ ആൻസർ. ഹു ഇൻവെന്റഡ് ദ ടേം WWW? ടീം ബേർണേഴ്സ്-ലീ. Acquiring information such as username, password, credit card details, etc. using misleading websites. ഒരു വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുന്ന മെത്തേഡാണ് ഫിഷിംഗ്. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. ഗൂഗിൾ, സഫാരി, മോസില്ല ഫയർഫോക്സ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ. നോക്കുക, ഗൂഗിൾ എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ആണ്, സഫാരി വെബ് ബ്രൗസർ ആണ്, മോസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസർ ആണ്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ എന്താണ്? വെബ് ബ്രൗസർ ആണ്. ഇവര് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. ഗൂഗിൾ ക്രോം, ആൻഡ്രോയിഡ്, ഓപ്പറ, സഫാരി. ഇതെന്താണ്? ആൻഡ്രോയിഡ് ആണ്, ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ബാക്കിയെല്ലാം എന്താണ്? വെബ് ബ്രൗസേഴ്സ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെർച്ച് എഞ്ചിൻ? സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഗൂഗിൾ, ബിങ്, ഫേസ്ബുക്ക്, ആസ്ക്. എന്താണ്? ഫേസ്ബുക്ക് ആണ്, അത് സോഷ്യൽ മീഡിയ ആണ്. ബാക്കിയെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വെബ് ബ്രൗസർ? വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. മോസില്ല ഫയർഫോക്സ്, ഗൂഗിൾ, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഓപ്പറ. ഏതാണ്? ഗൂഗിൾ ആണ് അതിന്റെ ആൻസർ. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. വൈറസ്, ട്രോജൻ ഹോഴ്സ്, വിക്കീസ് ആൻഡ് വോം. വൈറസ്, ട്രോജൻ ഹോഴ്സ്, അതുപോലെ വോം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. വിക്കീസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. ഫൈൻഡ് ദ ബെസ്റ്റ് മാച്ചസ് ഫ്രോം ദ ഗിവൺ ഡെഫിനിഷൻ ഫോർ ദ ടേംസ്. അൺസോളിസിറ്റഡ് ഇമെയിൽസ് സെൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി. അൺസോളിസിറ്റേറ്റഡ് ഇമെയിൽ സെൻഡ് ഇൻഡിസ്ക്രിമിനേറ്റ്ലി, അത് സ്പാം ആണ്. നമുക്ക് പഠിക്കാനില്ല സ്പാം എന്ന് പറയുന്നത്.
ടെക്നിക്കൽ എഫോർട്ട് ടു മാനിപ്പുലേറ്റ് ദ നോർമൽ ബിഹേവിയർ ഓഫ് നെറ്റ്വർക്ക്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. നെറ്റ്വർക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം നോർമൽ ബിഹേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കൽ എഫോർട്ടാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹാക്കിംഗ്. അറ്റംപ്റ്റ് ടു അക്വയർ ഇൻഫോർമേഷൻ ലൈക്ക് യൂസർ നെയിം പാസ്വേഡ്സ് ബൈ പോസിംഗ് ആസ് ദ ഒറിജിനൽ വെബ്സൈറ്റ്, ഫിഷിംഗ്. ട്രോജൻ ഹോഴ്സ് ഏതാണ്? അപ്പിയർ ടു ബി യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ബട്ട് വിൽ ഡു ഡാമേജ് ബൈ ഡിലീറ്റിംഗ് നെസസറി ഫയൽസ്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒന്നില്ലെങ്കിൽ എന്താണ് ഈ സംഭവങ്ങൾ എന്നൊരു ചോദ്യം വരാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് പറഞ്ഞിട്ടോ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. എക്സ്പ്ലെയിൻ CC ആൻഡ് BCC സെക്ഷൻസ് ഇൻ ഇമെയിൽ. CC കാർബൺ കോപ്പിയാണ്, നമുക്ക് സെക്കൻഡറി റെസിപ്റ്റിന്റെ മെയിൽ ID കൊടുക്കാനുള്ളതാണ് CC എന്ന് പറയുന്നത്. BCC എന്ന് പറയുന്നത് ബ്ലൈൻഡ് കാർബൺ കോപ്പിയാണ്. നമുക്ക് ബ്ലൈൻഡ് കാർബൺ കോപ്പി ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ മെയിൽ ID ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്റർനെറ്റ് ഓഫേഴ്സ് എ വെറൈറ്റി ഓഫ് സർവീസസ് ആൻഡ് ദേ ആർ യൂസ്ഡ് വൈഡ്ലി അറൌണ്ട് ദ വേൾഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, one of these services require an address like journey23@gmail.com. Name the service and write the reason for the wide use of this service. നമുക്കൊരു സർവീസിനകത്ത് ഒരു അഡ്രസ്സ് ആവശ്യമായിട്ട് വന്നു, journey23@gmail.com. എന്ത് സർവീസ് ആണിത്? ഈ ഒരു മെയിൽ അഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സർവീസ് എന്ന് പറയുന്നത് എന്താണ്? ഇമെയിൽ ആണ് സർവീസ്. എന്ത്? റൈറ്റ് ദ റീസൺ ഫോർ ദ വൈഡ് യൂസ് ഓഫ് ദിസ് സർവീസ്. ഇതിന്റെ വൈഡ് യൂസിനുള്ള റീസൺ, ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? VCT യൂസ് ആണ്, സ്പീഡ് ഉണ്ട്, എനിവർ എനി ടൈം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എൻവറോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഒരു 6 അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസോടെ എഴുതി കൊടുക്കുക. നെയിം ദ സർവീസ് വിച്ച് പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സ് കണ്ടെയ്നിങ് ഇൻഫോർമേഷൻ അബൌട്ട് എ വേർഡ് ഓർ ഫ്രേസ്. ഒരു വേർഡിനെയോ ഒരു ഫ്രേസിനെയോ ബേസ് ചെയ്തിട്ട് ലിസ്റ്റ് ഓഫ് വെബ്സൈറ്റ്സ് നമുക്ക് കാണിച്ചു തരുന്ന സർവീസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതാണ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിനകത്ത് നമ്മളൊരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറേയധികം വെബ്സൈറ്റുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? നമ്മൾ ഗൂഗിളിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേർഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വേർഡ് വരാവുന്ന കുറേയധികം വെബ്സൈറ്റുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ സർവീസ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിനാണ് അതിന്റെ സർവീസ് എന്ന് പറയുന്നത്. ഗൂഗിൾ എന്നല്ല എഴുതുക, സെർച്ച് എഞ്ചിൻ എന്നാണ് സർവീസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ എഴുതും. ഡിഫൈൻ ദ ടേം ഫിഷിംഗ് ആൻഡ് ഹാക്കിംഗ്. ഫിഷിംഗ് നമുക്കറിയാം, അറ്റംപ്റ്റ് ടു അക്വയർ ഇൻഫോർമേഷൻ സച്ച് ആസ് യൂസർ നെയിം പാസ്വേഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ബൈ പോസിംഗ് ആസ് ദ ഒറിജിനൽ വെബ്സൈറ്റ്സ്. ഹാക്കിംഗ് എന്താണ്? a technical effort to manipulate the normal behavior of a network connections and connected systems. സെർച്ച് എഞ്ചിനെ പറ്റി എഴുതാനും എക്സാമ്പിൾ ആണ് ചോദിച്ചിരുന്നത്. അപ്പൊ സെർച്ച് എഞ്ചിൻ എന്തിനാണ് എഴുതി കൊടുക്കുക? സോഫ്റ്റ്വെയർ പ്രോഗ്രാം യൂസ് ടു ഫൈൻഡ് ഇൻഫോർമേഷൻ ഓൺ വേൾഡ് വൈഡ് വെബ്. എക്സാമ്പിൾ എന്താണ്? ഗൂഗിൾ ആണ് അതിന്റെ എക്സാമ്പിൾ. ലിസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഇമെയിൽ. ഇമെയിലിന്റെ 6 അഡ്വാൻറ്റേജസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സ്പീഡ്, ഈസി ടു യൂസ്, കോസ്റ്റ് എഫക്റ്റീവ്, ഈസി ടു റെഫറൻസ്, എൻവറോൺമെന്റ് ഫ്രണ്ട്ലി, അവൈലബിൾ എനിവർ എനി ടൈം. And advantage and disadvantage of social media. Advantage, bring people together, help to plan and organize events, promoting business, enhance social skills. Limitation എന്ന് പറയുന്നത് intrusion to privacy, addiction, spread rumors. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ടോപ്പിക്സ് മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. താങ്ക് യു.